നമസ്കാരം, ഞാൻ ഫാത്തിമ ഷെർവിൻ സീനാവാസ്, അമൃത ഹോസ്പിറ്റലിലെ സ്പീച്ച് പത്തോളജി ആൻഡ് ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൺസൾട്ടന്റ് ഓഡിയോളജിസ്റ്റ് ആണ്. ഇന്ന് മാർച്ച് 3 കേൾവി ദിനം. നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് വെച്ചാൽ സമൂഹങ്ങളിൽ നിന്നും ക്ലാസ് റൂമിലേക്ക് കുട്ടികളുടെ കേൾവി പരിചരണം എന്നാണ്. 90 മില്യൺ കുട്ടികളിലും ഇപ്പോൾ കേൾവി കുറവ് കണ്ടുവരുന്നുണ്ട്. അതിൽ 60% കേൾവി കുറവ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. 2 വയസ്സിനുള്ളിൽ തന്നെ നമ്മൾ അവരുടെ കേൾവിക്കുറവ് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള റീഹാബിലിറ്റേഷൻ ഓപ്ഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കുകയും വേണം. നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കൊണ്ട് കുട്ടികളുടെ കേൾവിക്കുറവ് നമുക്ക് മനസ്സിലാക്കാം? കുട്ടികൾ റിപ്പീറ്റേഷൻ ചോദിക്കും. അവർക്ക് കേൾക്കാത്തതുകൊണ്ടാണ് അവർ റിപ്പീറ്റേഷൻ ചോദിക്കുന്നത്. നമ്മൾ പേര് വിളിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ ടിവിന്റെ ഒരു നോർമൽ വോളിയത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ടിവിന്റെ വോളിയം വേണ്ടി വരും. അതുപോലെ തന്നെ ക്ലാസ് റൂമുകളിലെല്ലാം വളരെയധികം ശ്രദ്ധക്കുറവിലൂടെയാവും അവരുടെ പെർഫോമൻസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനത്തെ ഏർലി ഐഡന്റിഫൈ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേൾവി ഇല്ലാത്ത ഒരു കുട്ടിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കേൾവി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റൽ ഡിലേയും അതുപോലെ തന്നെ അവർക്ക് അക്കാഡമിക് പെർഫോമൻസ് വളരെ പുവർ ആയിരിക്കും. സോഷ്യൽ ഐസൊലേഷൻ, അവരെല്ലാത്തിൽ നിന്നും വളരെ ഐസൊലേറ്റഡ് ആയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. എത്രയും പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ഓഡിയോളജിക്കൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു കേൾവി പരിശോധന നടത്തേണ്ടതാണ്. കേൾവിക്കുറവുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ തെറപ്പി വഴി നമുക്ക് പൂർണ്ണമായും ആ കുട്ടികളുടെ കേൾവി കൊണ്ടുവരാനും അവരെ നമുക്ക് സംസാരിപ്പിക്കാനും സാധിക്കും. ബൈ ഇൻക്ലൂഡിങ് ഓൾ ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് പ്രൊഫഷണൽസ് നമ്മളുടെ കുട്ടികളുടെ കേൾവി നമുക്ക് പരിചരിക്കാം. താങ്ക് യു.